4 വട്ടം ചൊല്ലിയാൽ നരകം നമ്മളെ ശരീരം തന്നെ തൊടൂല എന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. ഇത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം മുസ്തഫായ നബിയുടെ ഖാദിമായിരുന്നു. മഹാനാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا صلى الله عليه وسلم عبدك ورسولك. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതാരെങ്കിലും ഒരു വട്ടം പറഞ്ഞാൽ മഗ്രിബിന്റെ ശേഷവും സുബഹിന്റെ ശേഷവും ഒരു വട്ടം പറഞ്ഞാൽ അവന്റെ മുട്ടുവരെ അഥവാ കാൽഭാഗം, ശരീരത്തിന്റെ കാൽഭാഗം നരകം തൊടൂല. ഗ്യാരണ്ടിയാണ്. ഉണ്ണ നബിയുടെ വർത്താനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഇന്നു മുതൽ പതിവാക്കാൻ. മുട്ട് മുതൽ അര, നമ്മുടെ ഹിപ്പിന്റെ ഭാഗം, ഈ അര വരെ ശരീരത്തിന്റെ പകുതി ഭാഗം നരകം തൊടൂല 2 വട്ടം ചൊല്ലിയാൽ. 3 വട്ടം ചൊല്ലിയാൽ ശരീരത്തിന്റെ കഴുത്ത് വരെയുള്ള ഭാഗം, മുക്കാൽ ഭാഗം നരകം തൊടുന്നതല്ല. 4 വട്ടം ആരെങ്കിലും ഇത് ജീവിതത്തിൽ പതിവാക്കി ചൊല്ലിയോ അവന്റെ ശരീരത്തിന്റെ ഒരു രോമം പോലും നരകം തൊടുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. പണിയില്ല പഠിക്കാൻ. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉശ്ഹിദുക വഉശ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ إله إلا أنت وحدك لا شريك لك وأن محمدا صلى الله عليه وسلم عبدك ورسولك. അർത്ഥം പറഞ്ഞ ഒന്നുകൂടി റാഹത്തുണ്ടാവും. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അംസൈതു, ഇന്നത്തെ വൈകുന്നേരത്തിലേക്ക് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഇന്ന് എന്നിലേക്ക് പ്രദോഷമെത്തിയത്, ഇന്ന് ഞാൻ വൈകുന്നേരത്തിലായത് ഉശ്ഹിദുക റബ്ബേ നിന്നോട് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. നിന്നോട് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. നിന്റെ അർശിനെ ചുമക്കുന്ന മാലാക്കമാരില്ലയോ, ആ മാലാക്കമാരോടും ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ പ്രദോഷത്തിലായത്. അല്ലാഹ് നിന്റെ ബാക്കിയുള്ള മാലാക്കമാരില്ലയോ, അവരോടും ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരത്തിലായത്. നിന്റെ സകലമാന സൃഷ്ടികളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇന്ന് പ്രദോഷത്തിലായത്. എന്ത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ്? അന്നക അൻതല്ലാഹ്, അല്ലാഹുവേ നിശ്ചയമായും നീയാണ് അല്ലാഹ് എന്നും, വഹ്ദക ലാ ശരീക ലക്, നീ ഏകനാണ്, നിനക്ക് ആരാധ്യനായി വേറെ പങ്കാളികളില്ലെന്നും ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഞാൻ വൈകുന്നേരത്തിലായത്. വഅന്ന മുഹമ്മദ് മുസ്തഫ തങ്ങൾ അബ്ദുക നിന്റെ അബ്ദാണ് എന്നും വറസൂലുക നിന്റെ ദൂതനാണ് എന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഞാൻ വൈകുന്നേരത്തിൽ പ്രദോഷത്തിലായത്. ഇത് ഒരു വട്ടം പറഞ്ഞാൽ കാഭാഗം നരകം തൊടൂല. 2 വട്ടം ചൊല്ലിയാൽ ശരീരത്തിന്റെ അരഭാഗം നരകം തൊടൂല. 3 വട്ടം ചൊല്ലിയാൽ മുക്കാഭാഗം നരകം തൊടൂല. 4 വട്ടം ചൊല്ലിയാൽ ശരീരത്തിന്റെ ഒരു രോമം പോലും നരകം തൊടൂല. സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. ഇന്നു മുതൽ ഞാനും നിങ്ങളും ഇൻഷാ അല്ലാഹ് പതിവാക്കാൻ നോക്കണം. ഈ മഗ്രിബിന് ചെല്ലുക, സുബഹിക്ക് ചെല്ലുക എന്ന് പറയുന്ന സമയപരിമിതി ഉണ്ടോ? മഗ്രിബിന് ചെല്ലുന്നത് വേണമെങ്കിൽ ഉറങ്ങണേന് മുമ്പ് ചൊല്ലി തീർത്താലും മതി എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഈ സുബഹിക്ക് ചെല്ലുക എന്ന് പറയുന്നത് സുബഹിന്റെ ഉടനെ തന്നെ ചെല്ലണമെന്നില്ല, പക്ഷെ അങ്ങനെ ചെല്ലുന്നതാണ് ഉത്തമം. ളുഹാന്റെ സമയത്തിന്റെ ഉള്ളിൽ ചെല്ലിയാലും മതി. അല്ല, ചില മഹാന്മാർ പറയുന്നത് ളുഹർ വാങ്ക് വിളിക്കണേന്റെ ഉള്ളിലായാലും കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ 3ാമത്തെ അഭിപ്രായത്തിനേക്കാൾ 2ാമത്തേലെങ്കിലും കൊള്ളിക്കാൻ വേണ്ടി നോക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സിലായല്ലോ? അപ്പൊ സുബഹിന്റെ ശേഷം എന്ത് പറയണം? അംസൈതു എന്നതിന് ഇൻസ്റ്റഡ് ആയിട്ട് അസ്ബഹ്തു എന്ന് പറയണം. ബിക്കോസ് എന്താണ് സബാഹ്, ദാറ്റ് മീൻസ് മോർണിംഗ്, ആൻഡ് മസ ദാറ്റ് മീൻസ് ഈവനിംഗ്. അതേ വ്യത്യാസമേ ഉള്ളൂ. മസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, സബാഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. ഖലാസ്. അപ്പൊ സുബഹിക്ക് ശേഷം എന്ത് ചൊല്ലണം? അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉശ്ഹിദുക. അതൊക്കെ നെറ്റിൽ അടിച്ചാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സാധനമൊക്കെ കിട്ടും കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.